ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുലനായ യേശു ക്രിസ്തുവിൻ്റെ പാവനമായ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. കാരണം നാം സേവിക്കുന്നതും ജീവനുള്ള ദൈവത്തെയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന, നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു, ഈ ലോകത്തിൽ നിരവധി ദൈവങ്ങളുണ്ട്. അവരെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുന്നു. കണ്ണുണ്ട്, പക്ഷെ കാണുന്നില്ല; ചെവിയുണ്ട്, കേൾക്കുന്നില്ല; നാവുണ്ട്, സംസാരിക്കുന്നില്ല; കാലുകളും കൈകളുമുണ്ട്, പക്ഷെ ചലിക്കുന്നില്ല; ഇരിക്കുന്നിടത്ത് ഇരിക്കും. ആം ആം മനുഷ്യൻ അത് കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും മരങ്ങൾ കൊണ്ടും ലോഹങ്ങൾ കൊണ്ടും മനുഷ്യനുണ്ടാക്കി ഒരിടത്ത് വയ്ക്കുന്നു, അത് അവിടെ തന്നെ ഇരിക്കുന്നു. എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, മനുഷ്യനുണ്ടാക്കിയ ദൈവമല്ല, മറിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവായ, അഖിലാണ്ടത്തെയും അണ്ടകടാകങ്ങളെ ഉണ്ടാക്കിയ സർവശക്തനായ ദൈവം, ആ ദൈവത്തിൻ്റെ കൈകളിൽ നമ്മളിരിക്കുന്നു. ആ ദൈവമാണ് നമ്മളെ നടത്തുന്നത്. സ്തോത്രം. ഇന്ന് പാട്ടുപാടിയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ജീവിതയാത്രക്കാരം, നിന്റെ കാലടികൾ എങ്ങോട്ടും? നാശത്തിൻ്റെ പാതയാണോ? ജീവൻ്റെ മാർഗമാണോ? പഴയ നിയമം മുതൽ പുതിയ നിയമം ഉടനീളം പരിശുദ്ധാത്മാവ് നൽകുന്ന മുന്നറിയിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. ശരിയും തെറ്റും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. സാത്താനും കർത്താവും നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. സ്വർഗവും നരകവും ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. ഏത് തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. ഫ്രീ വില്ലാണ്. ഏത് വേണമെങ്കിലും നിനക്ക് തിരഞ്ഞെടുക്കാം. The life and the death is in front of you. Hell and heaven is in front of you. Truth and untruth is in front of you. Devil and God is in front of you. You can select in which way you would like to go. ദൈവം ഫ്രീ ആയിട്ട് നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ്. നമ്മളാണ് തീരുമാനമെടുക്കേണ്ടതും ഞാൻ ആരെയാണ് സ്വീകരിക്കേണ്ടതും. നമുക്കറിയാം, യേശുവിനെ എങ്ങനെയും രക്ഷിക്കണം. പിലാത്തോസിന് യേശുവിനെയും എങ്ങനെയും രക്ഷിക്കണം. അസൂയ നിമിത്തമാണ്. യേശു നീതിമാനാണ്, യേശു സത്യവാനാണ്. യേശുവിലെ ഒരു കുറ്റങ്ങളും കണ്ടുപിടിക്കുവാൻ നോക്കണം. 5 കോടതികളിലും 7 പ്രാവശ്യം യേശുവിനെ മാറി 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 വിസ്തരിച്ചു. പക്ഷെ ആർക്കും ഒരു കുറ്റവും കണ്ടുപിടിക്കുവാൻ കഴിയുന്നില്ല. അവസാനം പീലാത്തോസിൻ്റെ ഭാര്യ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ സന്ദേശം അറിയിക്കുകയാണ്. ഒരുപക്ഷെ ആ സ്ത്രീ യേശുവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ആ സ്ത്രീ സന്ദേശം അയക്കുകയാണ്, എമർജൻസി മെസ്സേജ് അയക്കുകയാണ്. ഈ നീതിമാന്റെ കാര്യത്തിൽ നീ ഇടപെടരുത്. ഈ മനുഷ്യൻ നീതിമാനാണ്, സത്യവാനാണ്. എങ്ങനെയും യേശുവിനെ രക്ഷിക്കണം. അതിനൊരേ ഒരു വഴിയുള്ളൂ. യേശുവിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് പീലാത്തോസ് ഒരു വേളയിൽ വിശ്വസിച്ചു, ചിന്തിച്ചു. തൻ്റെ പ്ലാനുകൾ നടക്കുമെന്ന് താൻ വിചാരിച്ചു, വിജയിക്കുമെന്ന് താൻ വിചാരിച്ചു. അതിനെ താനെടുത്ത തുറുപ്പ് ചീട്ടും, ക്രൂരന്മാരിൽ അതിക്രൂരനും നീചനും കൊലയാളിയുമായ കുപ്രസിദ്ധനായ കൊലപാതകി ബറബ്ബാസ്. ബറബ്ബാസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് വിറയ്ക്കും. അവൻ റോമിനെ വിറപ്പിച്ചവനാണ്. അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ റോം വളരെ സന്തോഷിച്ചതാണ്. നീചനായ ദുഷ്ടനായ കൊലയാളി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, കലാപകാരി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ദേശത്തിന് അല്പം സമാധാനം ലഭിക്കുമെന്നൊക്കെ ജനം വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ അതേ ബറബ്ബാസിനെ പീലാത്തോസ് പുറത്തു കൊണ്ടുവരികയാണ്. യേശുവിനെ രക്ഷിക്കുവാൻ കഴിയും. പക്ഷേ തിരുവെഴുത്തിൻ പ്രകാരം ദൈവപുത്രൻ പോകുകയാണ്. ആരെ വേണം? ഈ നീചനായ ദുഷ്ടനായ കൊലയാളിയായ കലഹക്കാരനായ അക്രമകാരിയായ ഈ ബറബ്ബാസിനെ വേണമോ? അതോ യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്ന യേശുവിനെ വേണം? വാട്ട് ഷൽ ഐ ഡു ദെൻ വിത്ത് ജീസസ് ഹു ഈസ് കോൾഡ് ദ കിങ് ഓഫ് ജ്യൂസ്? ഉടനെ ജനങ്ങൾ വിളിച്ചു പറയുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഡിമാൻഡ് സകല ജനവും ഒന്നിച്ച് വിളിച്ചു പറയുകയാണ്. കൊലപാതകിയെ വിട്ടുതരിക, നീചനെ വിട്ടുതരിക, ദുഷ്ടനെ വിട്ടുതരിക,
കൊലയാളിയെ വിട്ടുതരിക, കലഹക്കാരനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്കുക. ഇതാണ് ഈ ലോകം. ചോയ്സ് കൊടുത്തു, പക്ഷെ അവർ തിരഞ്ഞെടുത്തു. പക്ഷെ അന്ന് അവർ പീലാത്തോസ് പറയുന്നു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, കൈ കഴുകുകയാണ്. ആരവാരവം അധികമാക്കുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലായി, ആർക്കും യേശുവിനെ വേണ്ട. സകല പുരുഷാരവും ഒന്നിച്ച് അലമുറയിടുകയാണ്, ആർത്തിരമ്പുകയാണ് യേശുവിൻ്റെ ജീവന് വേണ്ടി. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയും എന്നിട്ട് പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. എന്നാലേ ഈ യഹൂദന്മാർ അന്നേരം മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇവന്മാർ വായടച്ചിട്ട് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇവന്മാർ അവിടെ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? എന്നാൽ അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇവന്മാർ വാ തുറന്നും എല്ലാവരും വാ തുറന്ന് പറയുകയാണ്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. വർഷം 2000 കഴിഞ്ഞും ഇന്നും യഹൂദൻ ബോംബിൻ്റെ സൈറനില്ലാതെ സമാധാനത്തിൽ ബങ്കറിനകത്ത് ഒളിക്കാൻ എല്ലാ ദിവസവും അവൻ ബങ്കറിലേക്ക് ഓടുന്ന അവസ്ഥയാണ്. സമാധാനം ഇന്നുമില്ല. യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. അപ്പം ഇവിടെ ചോയ്സ് ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ജീവിതയാത്രക്കാരാം, നിന്റെ കാലടികൾ എങ്ങോട്ടാണ്? വീണ്ടും അതിനകത്ത് നമ്മൾ വായിക്കുന്നു, നിന്റെ ബോട്ടിൻ്റെ, നിന്റെ കപ്പലിൻ്റെ കപ്പിത്താൻ ആരാണ്? ദൈവമാണോ അതോ സാത്താനാണോ? എപ്പോഴും ഒരു കാര്യം ഉറപ്പ് വരുത്തണം, എൻ്റെ ബോട്ടിലും യേശു ഉണ്ട്. നമ്മുടെ ജീവിത നൗകയുടെ അമരം എപ്പോഴും കർത്താവിൻ്റെ കൈകളിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ജീവിതമാകുന്ന ഈ സാഹചര്യത്തിൽ, ഈ ലോകവാരിധിയിൽ നമ്മൾ അക്കരെ നാട്ടിലേക്കും ശുഭതുറമുഖത്തേക്കും യാത്ര പുറപ്പെട്ടവരാണ്. നോക്കണം, കടലെന്ന് പറയുന്നതും മഹാസമുദ്രം എന്നൊക്കെ പറയുന്നതും ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ മുകളിൽ ആകാശവും 4 വശത്തും ഭീകരമായ കടലും മാത്രമേ ഉള്ളൂ. വിജനമാണ്, ഭീതിജനകമാണ്. വലിയ വലിയ കടൽ ജന്തുക്കളും. ഇടയ്ക്കിടയ്ക്ക് ആകാശം മേഘാവൃതമാകും. രാത്രിയാണോ പകലേതാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കടൽ പ്രക്ഷോഭിക്കുവാനിടയായിത്തീരും. വലിയ കൊടുങ്കാറ്റുകൾ അഞ്ഞടിക്കും. എപ്പോഴാണ് ഈ കാറ്റ് രൂപാന്തരപ്പെടുന്നതും ശാന്തമായിട്ടും പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് കടലും അന്തരീക്ഷം മാറുന്നതും. കടലിൻ്റെ അന്തരീക്ഷം, കാലാവസ്ഥ മാറുന്നത് വളരെ വ്യത്യാസത്തിലായിരിക്കും, വളരെ വേഗത്തിലായിരിക്കും. വലിയ കൊടുങ്കാറ്റഞ്ഞടിക്കും, തിരകൾ ഉയരും, രാക്ഷസ തിരമാലകൾ ചില സമയത്ത് ഉയരുവാനിടയായിത്തീരും. പടക് ഉലയുക മാത്രമല്ല, ചിലപ്പോൾ വെള്ളത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ തെറിച്ച് പോകുന്ന അവസ്ഥകളൊക്കെ വരും. നിയന്ത്രണം മുഴുവനും നഷ്ടപ്പെടും. ഒരു കാര്യം ഉറപ്പ് വരുത്തണം, എത്ര വലിയ കൊടുങ്കാറ്റ് അടിച്ചുയർന്നാലും എൻ്റെ പടകിൻ്റെ അമരത്ത് കർത്താവുണ്ട് എങ്കിൽ ഒരിക്കലും ഞാൻ മുങ്ങിത്താരുകയില്ല, എൻ്റെ പടക് തകരുകയില്ല, ഞാൻ ശുഭതുറമുഖത്ത് തന്നെ എത്തും എന്നുള്ള ഒരു ഉറപ്പും ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഒരു കാര്യം മതി, കാറ്റടിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല, പ്രതിസന്ധികൾ വരികയില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ, അവസാന നിമിഷം വരെയും കർത്താവിനെ മുറുകെ പിടിക്കുന്നവൻ, എന്തു വന്നാലും ഏതു വന്നാലും എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷത്തോടെ ഞാൻ യാത്ര ചെയ്യുമെന്നൊരു പാട്ടുണ്ട്. അതൊക്കെ ഒറ്റയ്ക്കിരുന്ന് പാടേണ്ട പാട്ടാണ്. നാമും ദൈവവും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്, ബന്ധമാണ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കർത്താവിൻ്റെ കൈകളിലായിരിക്കണം. എത്ര വലിയ കുഴികൾ മുമ്പിൽ വന്നാലും, എത്ര വലിയ ഘോരമായ മലഞ്ചെരിവുകളായിരുന്നാലും, ദുർഘടമേളുകളായിരുന്നാലും, താഴെ നിയന്ത്രിക്കുവാൻ കഴിയാതെ വലിയ കൊക്കകളോ ഗർത്തങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും, നമ്മുടെ ജീവിത വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കർത്താവിൻ്റെ കൈകളിലാണെങ്കിൽ സുഖമായി വിശ്രമിച്ചു കൊള്ളുക. ഒന്നും സംഭവിക്കത്തില്ല. സുരക്ഷിതമായി നമ്മുടെ വാഹനം എത്തേണ്ടടുത്ത് എത്തുവാനിടയായിത്തീരും. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഇന്നും ചിന്തയ്ക്ക് വേണ്ടിയും നമുക്ക് നോക്കാം. എഫേസ്യർ
എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം പ്രാർത്ഥനയെക്കുറിച്ചാണ്. എല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്കുകളാണ്. അപ്പം അതിനു മുമ്പായി ഒരു സാക്ഷ്യം. കണ്ണുനീരിൻ്റെ സന്തതികൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. കണ്ണുനീരിൻ്റെ സന്തതികൾ നഷ്ടപ്പെട്ടു പോകുകയില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെയും ഒരു അപകടം നടന്നു. നമ്മുടെ സഭയുടെയും തമിഴ് സഭയുടെയും പാസ്റ്ററുടെ മകൻ, അവനെ മലേഷ്യ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെയും സൗദി അറേബ്യയിലുണ്ട്. അവനും ഒരു വാഹനത്തിനകത്തും, അവൻ ഫ്രണ്ട് സീറ്റിലാണ്, അവനല്ല ഡ്രൈവ് ചെയ്യുന്നതും, വേറെ ഒരു പെൺകുട്ടിയാണ് ഡ്രൈവ് ചെയ്യുന്നതും. അവർ ഡ്രൈവ് ചെയ്ത് പോകുമ്പം, ഹൈവേയിലൂടെ പോകുമ്പം വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ആ വാഹനം ഡിവൈഡറിൽ ഇടിച്ചു കയറുകയും അതിവേഗത്തിൽ ആ ഡിവൈഡറിൻ്റെ നടുക്കുള്ള പോസ്റ്റിൽ ചെന്ന്, ഇലക്ട്രിക് പോസ്റ്റിൽ ചെന്ന് ഇടിക്കുകയും, ലൈറ്റ് പോളിൽ ചെന്ന് ഇടിക്കുകയും വണ്ടി കരണം മറിഞ്ഞും ആ സ്പോട്ടിലും ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന മകൾ മരിക്കുവാനിടയിൽ തീർന്നു. ആ സീറ്റ് ബെൽറ്റിനകത്ത് തൂങ്ങി കരണം മറിഞ്ഞിങ്ങനെ ആ സ്പോട്ടിൽ ആ പെൺകുട്ടി മരിക്കുവാനിടയിൽ തീർന്നു. എനിക്ക് പറയാനുള്ളതും, എന്നാൽ ആ മകന്, ഈ പയ്യന് ഒരു പോറൽ പോലും പറ്റാതെ അവൻ വിടുവിക്കപ്പെടുവാനിടയായി തീർന്നു. മരണം ഏത് സമയം വരും, മരിക്കാത്തതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം അവൻ്റെ ജീവിതത്തിൽ ക്രമീകരണം ആവശ്യമുണ്ടായിരുന്നു. കാരണം ആ സ്പോട്ടിൽ അവൻ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവന് നിത്യജീവൻ ലഭിക്കുമായിരുന്നില്ല. കാരണം അവന് കറക്ഷന് വേണ്ടി, അവന് മടങ്ങി വരവിന് വേണ്ടി ദൈവം ഒരവസരം കൊടുക്കുകയായിരുന്നു. എന്നാൽ ആ പെൺകുട്ടി, അവളൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയല്ല. ആ പെൺകുട്ടിയും പല പ്രാവശ്യം എൻ്റെ ഓഫീസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. യേശുവിനെ ഇഷ്ടമാണ്, ബൈബിൾ ഇഷ്ടമാണ്, ക്രിസ്ത്യാനികൾ ഇഷ്ടമാണ്, പ്രാർത്ഥന ഇഷ്ടമാണ്. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. 3 മണിക്കൂറോളം ഞാൻ ഈ പെൺകുട്ടിയോട് സുവിശേഷം അറിയിച്ചു. വളരെ നന്നായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക്. അപ്പം എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസം, ഇന്ന് ഇവള് രക്ഷിക്കപ്പെടും. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി, നല്ല ആരോഗ്യമുള്ള പെൺകുട്ടി, സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടി, എല്ലാ ഭാഷകളും, ഒരുമാതിരിയുള്ള ഭാഷകൾ അറിയാവുന്ന പെൺകുട്ടി, മിടുക്കിയായ പെൺകുട്ടി. ഞാൻ സുവിശേഷം അറിയിച്ചു. അവസാനം പ്രാർത്ഥിക്കുവാൻ വേണ്ടി എഴുന്നേറ്റും. ഞാൻ അവളോടും അക്സെപ്റ്റൻസ് പ്രെയറും, യേശുവിനെ സ്വീകരിക്കുന്ന അക്സെപ്റ്റൻസ് പ്രെയർ ചെയ്യുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, എന്താണത്, എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാനത് പറഞ്ഞു, ഹൃദയം കൊണ്ട് നീ യേശുവിനെ വിശ്വസിക്കണം, വായ് കൊണ്ട് നീ ഏറ്റു പറയണം. അങ്ങനെ നീ ഏറ്റു പറയുമ്പോൾ യേശു ക്രിസ്തു നിൻ്റെ കർത്താവായി തീരുകയാണ്, നീ യേശുവിൻ്റെ മകളായി തീരുകയാണ്, നിന്നെ ദൈവം സ്വീകരിക്കുകയാണ്, ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേര് വരികയാണ്, നീ നിത്യജീവൻ്റെ അവകാശിയായി തീരുകയാണ്. അത് പറയുകയും അവളുടെ മുഖം മാറുകയും ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞു, നോ, ഐ കനോട്ട്, എനിക്കത് സാധ്യമല്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനങ്ങ് എന്ത് ചെയ്യണമെന്നറിയുന്നത് ഞാൻ ഷോക്കായിപ്പോയി. കാരണം വളരെ A to Z വളരെ നന്നായിട്ട് അവളോട് സുവിശേഷം അറിയിക്കുവാൻ ഇടയായിത്തീർന്നു. ഞാൻ വിചാരിച്ചു അവൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്വീകരിക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പിന്നെ നീ എന്നേക്കും യേശുവിൻ്റേതായിരിക്കും, നീ ഒരു ദൈവ പൈതലായിത്തീരും, നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ വരും, പിന്നെ നിൻ്റെ ആത്മാവ് നരകത്തിൽ പോകത്തില്ല, നിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുവാനിടയായിത്തീരും, നീ ഒരു ദൈവ പൈതലായിത്തീരുമെന്ന് പറഞ്ഞു കൊടുത്തു. അവളെ ആക്സെപ്റ്റൻസ് പ്രെയറും ഏറ്റു പറയുവാൻ അവൾ തയ്യാറായില്ല. അവൾ പറഞ്ഞത്, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പല പ്രാവശ്യവും എന്നെ കണ്ടിട്ടുണ്ട്, അപ്പോഴെല്ലാം സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് അത് കേൾക്കുവാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ അതിവേഗത്തിൽ ആ പെൺകുട്ടി മരിക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ മുന്നറിയിപ്പാണ്. അവസരങ്ങൾ ദൈവം തരും, അവസരങ്ങൾ ദൈവം തരും. ചിലപ്പം 100 വർഷം ദൈവം നമുക്ക് തരുമെന്ന് വിചാരിക്കരുതും. എല്ലാവർക്കും ദൈവം എന്ത് ചെയ്യും, ഓരോ അവസരങ്ങൾ കൊടുക്കും. ഈ രക്ഷ ഏറ്റെടുക്കുവാൻ, രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുവാൻ, പാപങ്ങൾ ഏറ്റുപറഞ്ഞും
വിശുദ്ധരായി തീരുവാൻ, നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ. ആ പെൺകുട്ടിയുടെ മരണം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഷോക്കിംഗ് ആയിരുന്നു, വളരെ വളരെ ഷോക്കിംഗ് ആയിരുന്നു. പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. എന്നാൽ ആ മകനെ ദൈവം വിടുതൽ കൊടുക്കുവാനിടയായി തീർന്നു. അവൻ കഴിഞ്ഞ ആഴ്ചയിൽ അവനെ തന്നെ സമർപ്പിക്കുവാൻ, ഇതെൻ്റെ രണ്ടാമത്തെ ജന്മമാണ്, എനിക്കൊരവസരം ദൈവം തന്നിരിക്കുന്നു, ഞാൻ ദൈവ വഴികളിൽ നടക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. ഈ ചിലപ്പം ഈ സാക്ഷ്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ മെസ്സേജുകളെക്കാളൊക്കെ വളരെ വളരെ വിലപ്പെട്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സന്ദേശം കേൾക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന അനേകർ, ആയിരക്കണക്കിന് ആളുകൾ ഈ സന്ദേശം കേൾക്കും. എപ്പോഴും ഒരു കാര്യം ഓർത്തുകൊള്ളുക, യൗവനക്കാരി, സഹോദരി, പിതാക്കളെയും മാതാക്കളെയും സമയവും സാഹചര്യങ്ങളും ഒന്നും എപ്പോഴും അനുകൂലമായിരിക്കത്തില്ല. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നോ വൺ. സമയവും തിരമാലകളും ആരെയും കാത്തു നിൽക്കാറില്ല. നമ്മുടെ ക്ലോക്കിലെ സമയം നമ്മുടെ ഇഷ്ടപ്രകാരം 10 മിനിറ്റൊക്കെ കുറച്ചൊക്കെ വയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കൂട്ടി വയ്ക്കുവാൻ കഴിയും. പക്ഷേ സമയം അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും, കുറച്ച് വെച്ചാലും കൂട്ടി വെച്ചാലും. തിരമാലകളും അങ്ങനെ തന്നെ, അതിങ്ങനെ വരും പോകും. അതൊന്നും ആരെയും കാത്തു നിൽക്കാറില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ ദീർഘക്ഷമയെ നമ്മൾ എന്ത് ചെയ്യരുത്, അത് അഡ്വാൻറ്റേജായി കാണരുത്. ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഈ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും ഇത്ര വലിയ രക്ഷയെ നമ്മൾ ഗണ്യമാക്കാതെ പോകരുത് എന്ന് ദൈവം നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാനുള്ളവരും ജീവിതം ക്രമീകരിക്കുക. ഇന്ന് പാട്ട് കേട്ടും ഏത് സമയവും എന്തും നടക്കാം. അതുകൊണ്ട് നമ്മുടെ കാലടികൾ എവിടെയാണ്, ആരുടെ കൂടെയാണ് എന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. മടങ്ങി വരാം. ഏത് സമയവും മരണം നമ്മളെ തേടി വരുവാനിടയായിത്തീരും. ആരും ക്ഷണിക്കാതെ കടന്നു വരുന്ന അതിഥിയാണ് മരണം. അത് കൊട്ടാരമായിരുന്നാലും കുടിലായിരുന്നാലും അതിന് പ്രായത്തിനൊരു വിചാരമൊന്നുമില്ല. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ജീവൻ ഉണ്ടാകുന്ന സമയം മുതലും, ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ട നിമിഷം മുതലും ഈ മരണവും കൂടിയിരിക്കുകയാണ്. അത് എപ്പോൾ ഈ മരണം നമ്മളെയും കൊണ്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. മരണം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ തയ്യാറായിരിക്കണം, നമ്മൾ റെഡിയായിരിക്കണം. ബാക്കിയൊന്നും ശേഷിപ്പിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കരുതും. ഓരോ ദിവസവും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചെയ്തു തീർത്തിരിക്കണം. എന്ന് പറഞ്ഞാൽ പെൻഡിങ് ആയിട്ടൊന്നും ഉണ്ടായിരിക്കുവാൻ പാടില്ല. അയ്യോ ഞാൻ തയ്യാറല്ല, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കുവാൻ വേണ്ടിയുണ്ട്, ഒരാഴ്ചയെങ്കിലും കൂടെ സമയം എനിക്ക് തരണം എന്ന് മരണത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വില പോകത്തില്ല. എത്ര ബലവാനായിരുന്നാലും, എത്ര ധനികനായിരുന്നാലും, എത്ര ഉന്നതനായിരുന്നാലും മരണത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഏത് നിമിഷവും മരണം നമ്മളെ തേടി വരാം. ഒരു കാര്യം ഉറപ്പ് വരുത്തണം, മരണം ക്രിസ്തുവിലായിരിക്കണം. മരണം ഒരു ഭക്തനെ സംബന്ധിച്ച്, ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യകരമായ പ്രത്യാശയാണ്. കാരണം എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം, എല്ലാവർക്കും നിത്യജീവൻ പ്രാപിക്കണം. ഒരു കാര്യം ഞാൻ പറയട്ടെ, നാം മരിക്കാത്തിടത്തോളം കാലം, ജീവനോടെ ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം കാലം സ്വർഗം സ്വപ്നം കാണാമെന്നല്ലാതെ നമുക്കൊരിക്കലും നിത്യതയിലെത്തുവാൻ, സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിയില്ല. ഓൺലി വെൻ വി ലേ ഡൗൺ അവർ സ്മോൾ ലൈഫ്, നമ്മുടെ ഈ ചെറിയ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കാത്തിടത്തോളം കാലം, എന്ന് പറഞ്ഞാൽ മരിക്കാത്തിടത്തോളം കാലം നമ്മുടെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കുകയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മരണം ഏറ്റവും ഭാഗ്യകരമാണ്. അവൻ ഏറ്റവും വലിയ സൗഭാഗ്യത്തിലേക്കാണ് ഒരു വിശ്വാസി പ്രവേശിക്കുന്നത്. മരണം എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം, പക്ഷെ മരണം ക്രിസ്തുവിലായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണം, ഗംഭീരമായ ഒരു മരണം, നല്ല ഒരു ഒടുക്കം, ഇപ്പോഴുള്ള അവസ്ഥയെക്കാളും കഴിഞ്ഞ നാളുകളെക്കാളും ഇനിയുള്ള നാളുകൾ എൻ്റെ ഒടുക്കം വളരെ ഗംഭീരമായിരിക്കണം, ഒടുക്കം വളരെ മനോഹരമായിരിക്കണം.
അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണം. ബൈബിളൊരു വചനമുണ്ട്, മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ ഈ ആയുഷ്കാലം ജീവനോടെ ഇരുന്ന് പ്രവർത്തിച്ച് ആയുഷ്കാലം ചെയ്തതിനേക്കാൾ വലിയ കാര്യം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒറ്റ ശുശ്രൂഷയായിരിക്കും, അത് ജീവിതകാലം മുഴുവനും ഒരു ഹിസ്റ്ററി ആയിട്ടും അനേകായിരങ്ങൾ അതെടുത്ത് പ്രബോധിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നടക്കുവാൻ ഇടയായിത്തീരട്ടെ. ഇന്ന് നമ്മൾ വായിക്കുകയാണ് എഫേഷ്യൻസ് 1:17. നിങ്ങളെ ഓർത്തുകൊണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവും ഉള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടും അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇതിങ്ങനെ ഒറ്റ ഒരു സീക്വൻസിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടും എല്ലാവർക്കും ഈ വചനം കാണാതെ അറിയാം. ഈ വചനം എല്ലാവർക്കും ഒരുമാതിരിയുള്ള എല്ലാവർക്കും ഈ വചനം അറിയാം. പക്ഷേ ആ വചനത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യാപരിക്കുന്ന ആ ദൈവിക മർമ്മം പലപ്പോഴും എനിക്കൊന്നും ഇച്ചിരി ഹാർഡായിട്ടാണ്, അല്ലെങ്കിൽ അത്ര ഈസി ആയിട്ടല്ല അത് എഴുതി വെച്ചിരിക്കുന്നതും. അതിങ്ങനെ ഒറ്റ സെൻറ്റൻസിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടും പലപ്പോഴും അത് നമുക്ക് വേർതിരിച്ചെടുക്കുവാനായിട്ടും ഇച്ചിരി പ്രയാസമുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കുമ്പം 5 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ജ്ഞാനത്തിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളെ ബിഗിനേഴ്സിനെ പഠിപ്പിക്കുന്നത് പോലെ പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകജ്ഞാനമല്ല, ദൈവജ്ഞാനത്താൽ, കർത്താവേ ദൈവജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ, എനിക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നൽകണമേ. രണ്ടാമത്, വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണമേ. വെളിപ്പാടും ദർശനങ്ങളുടെയും വെളിപ്പാടുകളുടെയും ആത്മാവിനെ തരേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അപ്പോൾ ഒന്നാമതായി, ദൈവമേ എനിക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ നൽകണമേ. 2, വെളിപ്പാടിൻ്റെ ആത്മാവിനെ. നമ്മുടെ പൗലോസിനെ കുറിച്ച് പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുമ്പോൾ തന്നെ അങ്ങ് വെളിപ്പാടാണ്, മുട്ടുമടക്കുമ്പോൾ തന്നെ അങ്ങ് വെളിപ്പാടാം, ദൈവവചനം ബൈബിള് തുറക്കുമ്പോൾ തന്നെ അങ്ങ് വെളിപ്പാടാം. ഇവിടെ നമ്മൾ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഇപ്പം 40 വർഷങ്ങളായി, ഇതുവരെയും ഒരു വെളിപ്പാട് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനും ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, കർത്താവെ പൗലോസിന് ഇത്രയും വെളിപ്പാടുകൾ കൊടുത്തു, കർത്താവെ ഇച്ചിരി ചില വെളിപ്പാടുകൾ, കുറച്ച് വെളിപ്പാടുകൾ ഞങ്ങൾക്കും തരണമേ. ഈ അന്ത്യകാലഘട്ടത്തിൽ ചില വെളിപ്പാടുകൾ കർത്താവെ ഞങ്ങൾക്കും തരണമേ. കർത്താവ് തരും. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ നിശ്ചയമായും വെളിപ്പാടുകൾ നമുക്ക് തരും. മൂന്നാമത്, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും തിരിച്ചറിയണം. വിളിയാലുള്ള ആശ ഇന്നതാണെന്നും എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഒരു മനുഷ്യന് 3 കണ്ണുകളാണുള്ളതും. 2 കണ്ണുകൾ കൊണ്ടും നമുക്ക് ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും കാണാം, വീടുകൾ കാണാം, പട്ടിയും പൂച്ചയും പശുവിനെയൊക്കെ കാണാം, പരുന്തിനെ കാണാം, പക്ഷികളെ കാണാം, മൃഗങ്ങളെ കാണാം. ഈ ലോകത്തിലുള്ള എല്ലാവരെയും നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും ഈ 2 കണ്ണുകൾ കൊണ്ടും. പക്ഷേ ഈ 2 കണ്ണുകൾ കൊണ്ടും ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. ദൈവത്തെ കാണണമെങ്കിൽ മനുഷ്യനെ മൂന്നാമതൊരു കണ്ണുണ്ട്. അതിന് പറഞ്ഞിരിക്കുന്ന പേരാണ് ഹൃദയദൃഷ്ടി, എന്ന് വെച്ചാൽ ഹൃദയക്കണ്ണ്. ഹൃദയക്കണ്ണ് തുറക്കാത്തിടത്തോളം, അകങ്കണ്ണ് തുറക്കാത്തിടത്തോളം കാലം ദൈവത്തെ കാണുവാനായി അല്ലെങ്കിൽ ദൈവത്തെ അറിയുവാനായി കഴിയുകയില്ല. നമുക്കറിയാം, പൗലോസ് പുഴവക്കത്ത് മഴസിഡോണിയിൽ ചെന്ന് കഴിഞ്ഞപ്പം എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയത്തില്ല, പ്രാർത്ഥനാലയം ഉണ്ടോ എന്നും അറിയത്തില്ല, അവിടെ വിശ്വാസികൾ ആരുമില്ല, പിന്നെ യഹൂദന്മാരുടെ വല്ല സിനഗോഗുകളോ വല്ലതും ഒക്കെ ഉണ്ടോ ഒന്നും അറിയത്തില്ല. അവിടെ കപ്പലിറങ്ങി അവിടെ ഇങ്ങനെ ഊരു ചുറ്റുകയാണ്, ഇങ്ങനെ കറങ്ങി നടക്കുമ്പം അവിടെ മാർക്കറ്റ് നടക്കുകയാണ്, ഒരു ചന്ത നടക്കുകയാണ്. അത് പുഴവക്കത്തുള്ള ഒരു ചന്തയാണ്. അവിടെ ഇഷ്ടംപോലെ ആളുകൾ സാധനം വാങ്ങുവാനും വിൽക്കുവാൻ വേണ്ടിയൊക്കെ വരികയാണ്. അപ്പം പൗലോസ് സാധനങ്ങളെല്ലാം നോക്കി വന്ന കാര്യം മറന്നുപോയില്ല. നമ്മളാണെങ്കിലും
സുവിശേഷ വിലയ്ക്ക് വേണ്ടിയൊക്കെ പോകും. പക്ഷേ ആ ടൗണിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് 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 കച്ചവട സാധനങ്ങളൊക്കെ കണ്ട് കണ്ട് ചിലപ്പോൾ നമ്മൾ വന്ന കാര്യം അങ്ങ് മറന്നു പോകുവാനിടയായി തീരും. പിന്നെ നമ്മുടെ ലക്ഷ്യം തിരിച്ചു പോകുമ്പം അവിടെ നമ്മുടെ ചന്തയിലില്ലാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. 2 കിലോ പുളിയും 1 കിലോ ഉണക്കമീനും. പിന്നെ പണ്ടൊക്കെ കുമ്പനാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ബുക്ക് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കേട്ടത് അവിടെ ഉണക്കമീൻ്റെ സ്റ്റോളുണ്ട്, അവിടെ പുളിയുടെ കുളംപുളിയുടെ ഒക്കെ സ്റ്റോളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഞാൻ വായിച്ചില്ല, ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനെ കേട്ടറിവേ ഉള്ളൂ. അതുകൊണ്ട് ഇതാരും കട്ട് ചെയ്തിട്ടൊന്നും ഇടരുത്. ഇങ്ങനെ ഞാൻ കേട്ടു, ഉള്ളതാണോ എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും നമുക്ക് അറിയത്തില്ല. കാരണം ലോകം വല്ലാതെ മാറിപ്പോയി. ഇന്ന് ആളുകളും ആരോ പറയുന്നത് കേട്ടും, കുമ്പനാട് കൺവെൻഷൻ ചെന്നപ്പോൾ ആരും പന്തലിനകത്ത് ഇരിക്കുന്നില്ല, പന്തലിന് വെളിയിലുള്ള കാണുവാൻ വേണ്ടി, സാധനങ്ങൾ കാണുവാൻ വേണ്ടി, അവിടെയുള്ള വിശേഷങ്ങൾ കാണുവാൻ വേണ്ടി, സംസാരിക്കുവാൻ വേണ്ടി. ഉണക്കമീനും കൊടംപുളിയും എന്ന് വേണ്ട അവിടെയൊക്കെ എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്നുവരെയും കുമ്പനാട് കൺവെൻഷൻ ഞാൻ പോയിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. നമുക്കറിയത്തില്ല. ഈ ലോകം വല്ലാതെ മാറിയിരിക്കുകയാണ്, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഭക്തിയുടെ വേഷം, അതിൻ്റെ ശക്തി ത്യജിച്ചിരിക്കുകയാണ്. ദുർഘട സമയങ്ങൾ വന്നിരിക്കുകയാണ്. സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, പൊങ്ങച്ച പഠിച്ചു വിടുന്നവരും, വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ എവിടെ നിന്നാണ് പോയതും ഒന്ന് പറയാമോ? ഞാനങ്ങ് മറന്നുപോയി. ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഒരു ഉദാഹരണം, ഏതോ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നല്ലേ? പൗലോസ് യെസ്, താങ്ക് യു വെരി മച്ച്. ഉറപ്പിച്ചതിനായിട്ട് വളരെ നന്ദി. അപ്പം അവിടെ നിന്നപ്പം അദ്ദേഹത്തിന് ഈ ചന്തയിലെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് മനസ്സ് അങ്ങോട്ട് ചാഞ്ഞില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ചിന്ത ആത്മാക്കളെ എങ്ങനെ എവിടെ തുടങ്ങണം. പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്, അഥേനയിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എങ്ങനെ ഈ ഒന്ന് തുടങ്ങണം, ഒരു തുടക്കം കിട്ടണ്ടേ. എന്തായാലും ഈ പുഴവക്കത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അവസാനം അങ്ങ് പ്രസംഗം തുടങ്ങി. അവിടെ ഭയങ്കര ശബ്ദ കോലാഹലങ്ങളാണ്. നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് ഈ പരസ്യമൊക്കെ നടത്തുന്നതല്ല. ആളുകളുടെ ബസ്സിനകത്ത് പോകുന്നു വരുന്നു, ബസ്സിന്റെ ഇരപ്പ്, ഓട്ടോറിക്ഷയുടെ ഹോണടി, ബസ്സിന്റെ ഹോണടി എന്ന് വേണ്ട, സൈക്കിളിന്റെ വെല്ലടി, മൊത്തം അങ്ങ് ശബ്ദപങ്കുലമാണ്. എങ്കിലും സുവിശേഷകൻ എന്ത് ചെയ്യുകയാണ്, ഇതൊന്നും ഗൗനമാക്കാതെ, ഇതൊന്നും മൈൻഡ് ചെയ്യാതെ സുവിശേഷകൻ വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശബ്ദമൊന്നും ഒരു വിഷയമല്ല, വണ്ടികൾ വരുന്നതും പോകുന്നതൊന്നും ഒരു വിഷയമല്ല. സുവിശേഷം വെച്ച് കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂറും തെരുവിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഒരു ഔട്ടർ കോൾ കൊടുക്കുകയാണ്. ഈ യേശുവിനെ ആര് രക്ഷകനായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു? കൊട്ടാരക്കരയിലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധുവായ ഒരു ദൈവദാസൻ ഈ ദൈവവചനം, എല്ലാവരും വിചാരിച്ചു ഈ മനുഷ്യനെ ആളുകൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഒരു വിവരം വേണ്ടേ, ഒരു ബുദ്ധി വേണ്ടേ, ഒരു കോമൺ സെൻസ് വേണ്ടേ? ഒരാൾ പോലും ഈ മനുഷ്യന്റെ മെസ്സേജ് കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ഇതൊന്നും കാര്യമാക്കുന്നില്ല, അദ്ദേഹം വെച്ച് കത്തിക്കുകയാണ്. തൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന പ്രകാശനം അനുസരിച്ച് സുവിശേഷം വെച്ച് ഇങ്ങനെ മിന്നുകയാണ്. നമ്മുടെ ആശാര്യോപദേശിയുടെ ഭാഷയിലാണെങ്കിൽ അടിച്ച് മിന്നുകയാണ് അങ്ങോട്ട്. പുള്ളിക്ക് ഇതൊന്നും കാര്യമില്ല. പുള്ളിയുടെ മുമ്പിൽ 10,000 പേര് മുമ്പിൽ ഇരിക്കുന്ന പോലാണ് അദ്ദേഹം അടിച്ച് മിന്നുന്നത്. എന്നിട്ട് മീറ്റിംഗ് അവസാനം പ്രസംഗം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഞാൻ പ്രസംഗിച്ച ഈ നല്ലവനായ യേശുവിനെ സ്വീകരിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ, ഒരാളെങ്കിലും ഉണ്ടോ? കുറച്ചു നേരം ഇങ്ങനെ ചോദിച്ചു, 2-3 പ്രാവശ്യം ചോദിച്ചു. ഒരു സാധുവായ ആ റോഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, റോഡ് പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, ഓനാൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, സാധുവായ ഒരു മനുഷ്യൻ, കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ, ഈ ദൈവദാസന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയിരിക്കുകയാണ്. നോക്കണം, ആത്മാവിന്റെ വില എത്ര വലുതാണെന്ന് നോക്കണം. എത്ര ശബ്ദ കോലാഹലമാണെങ്കിലും സുവിശേഷം ഘോഷിക്കുകയും, കാരണം ഈ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷെയിമെല്ലാം പോകും. നമുക്ക് ഈ തെരുവിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഈഗോ ഉണ്ടല്ലോ, നമ്മുടെ സെൽഫ്, നമ്മുടെ ഡിഗ്നിറ്റി, നമ്മുടെ പ്രൈഡ്, നമ്മുടേതായ ഒരു ഇതുണ്ടല്ലോ. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് പോകും. കാരണം ഈ നാണം പോകണം, നാണം പോകണം. മാനം അവിടെ നിൽക്കട്ടെ, നാണം ലജ്ജ നമുക്കുണ്ടാകാൻ പാടില്ല, ഷെയിം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രൈഡും നമ്മുടെ ഡിഗ്നിറ്റിയും നമ്മുടെ സെൽഫും എല്ലാം ഉടയണം. എങ്കിൽ മാത്രമേ സുവിശേഷം വിജയിക്കത്തുള്ളൂ. ലോകം ബോഷനാന്ന് പറയണം, ലോകം പൊട്ടനാന്ന് പറയണം, ലോകം വിവരമില്ലാത്തവനാന്ന് പറയണം,
ലോകം മന്ദബുദ്ധിയാണെന്ന് പറയണം, ഇവന്മാർക്ക് ഭ്രാന്താണെന്ന് പറയണം, ഒരു തൊഴിലും ഇല്ലാതെ ഇവന്മാർ ഇങ്ങനെ ഇറങ്ങി നടക്കുക, പറയട്ടെന്നേ, നമുക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ സുവിശേഷത്തിന് നമ്മളിൽ ഫലം കായ്ക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ പൗലോസ് ആ പുഴവക്കത്തിൽ നിന്നിങ്ങോട്ട് പ്രസംഗിച്ചു. പക്ഷേ ഒത്തിരിയും പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ട്, ഒത്തിരി ആണുങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷെ അതിനകത്ത് ഒരു സ്ത്രീ എന്ത് ചെയ്തു? അത് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ ബിസിനസ് അല്ല, ഷീ വാസ് എ ബിസിനസ് വുമൺ. രക്താംബരം എന്ന് പറയുന്ന അത്രയ്ക്ക് വില കൂടിയ വസ്ത്രം വിൽക്കുന്ന ഒരു വലിയ ഷോറൂമാണ്. ഇന്നത്തെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജയലക്ഷ്മി എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ള വലിയ ഷോറൂമാണ്. ആ സ്ത്രീ എന്ത് ചെയ്തു? കച്ചവടം എല്ലാം അവിടെ നിർത്തിയിട്ട് ഈ പൗലോസ് പ്രസംഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അവൾക്ക് കച്ചവടമല്ല വിഷയം. അന്ന് വരെ അവൾ കേട്ടിട്ടില്ലാത്ത ചിലത് അവൾ കേൾക്കുകയാണ്. അവളെ ചെവി കുറിപ്പിച്ചു. അവൾക്ക് താല്പര്യമുണ്ട് എന്ന് കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവളുടെ ഹൃദയ കണ്ണ് തുറക്കുവാൻ, അകത്തെ കണ്ണ് തുറക്കുവാൻ ഇടയായി തീർന്നു. അപ്പം മനുഷ്യന് 3 കണ്ണുകളാണുള്ളത്. മൂന്നാമത്തെ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും അറിയത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യണം? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനും അതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എന്തിനു വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതും, എന്തുദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നതും, എന്നിലൂടെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതും എന്ന് നാം അറിയണമെങ്കിൽ നമ്മുടെ അകത്തെ കണ്ണ് തുറക്കണം. ഇപ്പോഴും നാം ആരാണ് എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോഴും നമ്മളും കുറച്ചൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വിളി, ദൈവം എന്നെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നതും, എന്ത് ദൗത്യമാണ് ദൈവം എന്നിലൂടെ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം നമ്മളിങ്ങനെ ഞായറാഴ്ച പോകുന്നു, സങ്കീർത്തനം വായിക്കുന്നു, സാക്ഷ്യം പറയുന്നു, പ്രബോധിപ്പിക്കുന്നു. നമ്മൾ ഇങ്ങനെ ഒരു ചെയിൻ, ഒരു റൊട്ടീനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ ഒരു മാറ്റം നടക്കുന്നില്ല. ഒരു ജോലി പോലെ നമ്മുടെ ഈ പ്രവൃത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിലുള്ള പ്രവർത്തികൾ നമ്മളിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കപ്പെടണം. 4-മതായി വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം, വിശുദ്ധന്മാർക്ക് ലഭിക്കാൻ പോകുന്ന ആ അവൻ്റെയും അവകാശത്തിൻ്റെ മഹിമ, വിശുദ്ധന്മാർക്ക് എന്താണ് ലഭിക്കാൻ വേണ്ടി പോകുന്നതും, എത്ര വലിയ ശ്രേഷ്ഠമായ പദവിയിലേക്കാണ് വിശുദ്ധന്മാരെ ചേരാൻ വേണ്ടി പോകുന്നതും പ്രാപിക്കാൻ വേണ്ടി പോകുന്നതും. നമ്മൾ റോമർ 8-ാം അധ്യായത്തിൽ വായിക്കുന്നു, നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ പിന്നെ എന്താ ചെയ്യുന്നത്? തേജസ്കരണത്തിന് വേണ്ടി ഒരു തേജസ്കരണം നടക്കേണ്ടതായിട്ടുണ്ട്. ഒരു വലിയ തേജസ്, കർത്താവായ യേശുവിനെ പോലെ തന്നെ നമ്മളും തേജസ് ഉള്ളവരായി മാറും. സ്വർഗത്തിലെ പൂന്തോട്ടം അല്ലെങ്കിൽ ആ വലിയ സൗഭാഗ്യം, ആ സംവിധാനമല്ല സ്വർഗം, അതൊക്കെ അവിടെയുണ്ട്. എന്നാൽ അതിലപ്പുറമായി നമ്മൾ പ്രാപിക്കാൻ പോകുന്ന വലിയ തേജസ്, ആ വലിയ മഹത്വം, നമ്മൾ എന്താണ് പ്രാപിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ആ വലിയ ഒരു ഉറപ്പ്, അത് പ്രാപിക്കണമെങ്കിൽ അതിനുവേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥിക്കണം. വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന അവകാശത്തിൻ്റെ മഹിമാതനം. 5-മതായിട്ട് അവൻ്റെ ശക്തിയാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം. മഹാശക്തിയാൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹാശക്തി എന്താണെന്ന് നാം തിരിച്ചറിയണം. അത് നമുക്ക് വേണ്ടി എങ്ങനെയാണ് വ്യാപരിക്കുന്നത്, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതാണെന്നും തിരിച്ചറിയുവാൻ വേണ്ടി ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എല്ലാം ആത്മീയമായ കാഴ്ചപ്പാടിലുള്ള പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട്. കർത്താവിനെ പണ്ട് ഒരു മനുഷ്യൻ ചന്ദ്രരോഗത്താൽ പിടിക്കപ്പെട്ട ഒരു മകനെയും കൊണ്ട് വന്നു. ഭൂതം അവനെ വല്ലാതെ ഇഴച്ച് നുരയും പതയുമെല്ലാം വന്നു തീയിലും വെള്ളത്തിലുമൊക്കെ തള്ളിയിട്ട് ചെറുപ്രായം മുതൽ തന്നെ ഇവനെ കൊല്ലുവാൻ വേണ്ടി
എത്രയോ പ്രാവശ്യം ഇവൻ മരിച്ചുപോയി എന്നൊക്കെ വിചാരിച്ചു ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഒരു ഗതിയുമില്ലാതെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു എന്തോ ബിസി ആയിരുന്നു, യേശുവിനെ കാണാൻ പറ്റിയില്ല. അവസാനം ശിഷ്യന്മാരെ കണ്ടു. ശിഷ്യന്മാരെല്ലാവരും ഓരോരുത്തർ പത്രോസ് മുതൽ അവസാനമുള്ള ആൾ വരെ എന്ത് ചെയ്തു? തലയിൽ കൈവച്ച് കുലുക്കി ശാസിച്ച് യേശു എന്തൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഭൂതങ്ങളെ പുറത്താക്കിയോ ആ രീതികളെല്ലാം ഇവരെന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു. പക്ഷേ ഒരു കാര്യവും നടന്നില്ല, ഭൂതം പോയില്ല. അവസാനം യേശു അവനെ കാണുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഈ മനുഷ്യൻ യേശുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, അവർക്കൊന്നും ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നിന്നാൽ വല്ലതും ആകുമെങ്കിൽ, നിനക്ക് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ. ഓ, യേശുവിൻ്റെ നെഞ്ചത്ത് കടാര വച്ച് കുത്തിയതുപോലെ ഒരൊറ്റ കുത്ത്. ഉടനെ യേശുവിൻ്റെ കോപം ജ്വലിച്ചു. യേശു ചോദിച്ചു, എന്താ നീ പറഞ്ഞേ? എന്തോ നീ പറഞ്ഞു? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, എന്താ നീ പറഞ്ഞേ? എന്നാൽ വല്ലതും കഴിയുമെന്നും വിശ്വസിക്കുന്നവനാൽ സകലതും കഴിയും. പെട്ടെന്ന് ഈ അപ്പന് കാര്യം മനസ്സിലായി, കളം മാറി, കളി തെറ്റിപ്പോയി, പറഞ്ഞത് ശരി എവിടെയാണെന്ന് തെറ്റിപ്പോയി. പെട്ടെന്ന് ആ അപ്പൻ യേശുവിൻ്റെ പാദത്തിൽ നിലമ്പാടങ്ങ് വീണു. കർത്താവേ, എൻ്റെ അവിശ്വാസത്തോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാനിടയായി തീർന്നു. അവിടെയാണ് യേശു അവൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനിടയായി തീർന്നത്. എന്ന് പറഞ്ഞാൽ നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഉള്ള വിശ്വാസം, ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന് ചെയ്യുവാൻ വേണ്ടി കഴിയും, എന്നാൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നോ, അങ്ങനെയല്ല. നമ്മുടെ കർത്താവ് ആരാണ് എന്നുള്ള തിരിച്ചറിവ്, നമ്മുടെ ദൈവത്തിൻ്റെ ആ മഹാശക്തി, നമ്മുടെ ആ ദൈവത്തിൻ്റെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്ന നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആ അത്യന്തമായ ശക്തി. അപ്പോസ്തലന്മാരെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നതും ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നിരിക്കുന്നു. മഹാശക്തിയോടെ അപ്പോസ്തലന്മാരുടെ കൈകളാൽ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നും വലിയ ഭയമുണ്ടാകുവാനിടയായി തീർന്നു. അപ്പോൾ ഇതെന്താണെന്ന് നാം തിരിച്ചറിയണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഈ കോഴിമുട്ടയെല്ലാം കൂടെ വിരിയാൻ വേണ്ടി വെച്ചപ്പം അമ്മച്ചിക്ക് കിട്ടിയ അതിനേക്കാൾ ഇച്ചിരൂടെ വലിപ്പമുള്ള മുട്ടയും എടുത്ത് വെച്ചു. അതും അവസാനം വിരിഞ്ഞു വന്നു. കോഴിക്കുഞ്ഞിൻ്റെ കൂട്ട് ആണ് അത് ഇരുന്നത്. പക്ഷെ ഇച്ചിരിയൊക്കെ വ്യത്യാസമുണ്ടായിരുന്നു. ചുണ്ടിനും നഖത്തിനും ശരീരത്തിൻ്റെ ആകൃതിക്കൊക്കെ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു. തള്ളക്കോഴിയുടെ കൂടെ ഇത് വളരുവാൻ വേണ്ടി തുടങ്ങി. കൊത്തി 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 പറക്കി തിന്നാൻ തുടങ്ങി. ആക്ച്വലി അത് കോഴിയുടെ മുട്ടയായിരുന്നില്ല, മറിച്ച് കഴുകൻ്റെ മുട്ടയായിരുന്നു. ആ കഴുകൻ കുഞ്ഞും ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ നടന്ന് വളർന്ന് വലുതായി. മറ്റു കോഴിക്കുഞ്ഞുങ്ങളെക്കാൾ വലിയതായി മാറി. ചുണ്ടുകൾ വളരെ വളർന്നു, വലിയ നഗരം. പക്ഷേ ഇപ്പോഴും ഇതിങ്ങനെ കൊത്തിപ്പറക്കി ഈ ഭൂമിയിൽ ഇങ്ങനെ ചെതഞ്ഞു നടക്കുകയാണ്. ഇത് കണ്ട മറ്റൊരു കഴുകൻ, ഇതൊരു കഴുകൻ കുഞ്ഞാണല്ലോ, ഇതെങ്ങനെ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലായി? അതിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ഇത് മനസ്സിലാക്കുന്നില്ല. ഇല്ലില്ല, ഞാൻ കോഴിക്കുഞ്ഞാണ്, എൻ്റെ അമ്മ ഇതാണ്, ഈ അമ്മയാണ് എന്നെ പ്രസവിച്ചിരിക്കുന്നത്, ഞാൻ ജനിക്കുമ്പോൾ മുതൽ ഈ അമ്മയുടെ കൂടെയാണ്, ഈ അമ്മയുടെ ചിറകടിയിലാണ് ഞാൻ വസിക്കുന്നത്, എനിക്ക് പേടിയെ, നിങ്ങൾ എൻ്റെ അടുക്ക് വരരുത്, ഞാൻ കോഴിക്കുഞ്ഞാണ്, ഇത് കഴുകൻ്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ കുറേ സമയങ്ങളെടുത്തും. അവസാനം പറഞ്ഞു ദീർഘ ദിവസങ്ങളുടെയും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്, നോക്കും നിന്റെ ചുണ്ട് നോക്ക്, എൻ്റെ ചുണ്ട് നോക്കും, കോഴിയുടെ ചുണ്ട് നോക്ക്, നിന്റെ ചുണ്ട് നോക്കും, കോഴിയുടെ കാല് നോക്ക്, നിന്റെ നഗര് നോക്കും, അതിൻ്റെ ചിറക് നോക്ക്, നിന്റെ ചിറക് നോക്കും. ഇതിങ്ങനെ താരതമ്യം ചെയ്ത് അങ്ങോട്ട് പഠിപ്പിച്ച് കുറേ ദിവസങ്ങളെടുത്തും തലയിൽ കയറ്റാൻ വേണ്ടി, ഞാൻ കോഴിക്കുഞ്ഞല്ല, മറിച്ച് ഞാൻ കഴുകൻ്റെ കുഞ്ഞാണും, ഞാനിങ്ങനെ നിലത്തെ ഇങ്ങനെ കൊത്തിപ്പറക്കി ജീവിക്കേണ്ടുന്ന വ്യക്തിയെല്ലാം, മറിച്ച് അനന്ത വിഹായസിലും ഞാൻ പറന്ന് മേഘങ്ങൾക്ക് മീതെ പറക്കേണ്ടുന്ന പക്ഷിയാണ് ഞാനെന്നുള്ള ആ ബ്രെയിനകത്ത് ഇഞ്ചക്ട് ചെയ്ത് കയറ്റി ആ വിശ്വാസം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പരുന്ത് പറക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതും. അങ്ങനെ അതിന് മനസ്സിലായി, എനിക്ക് പറക്കുവാൻ കഴിയും, ഉയരങ്ങളിൽ പറക്കുവാൻ കഴിയും.
അങ്ങനെ ഇത് പറന്നു പോകുവാൻ ഇടയായിത്തീർന്നു. പലപ്പോഴും നമ്മൾ അറിയത്തില്ല, ഞാൻ കോഴിക്കുഞ്ഞാണ്, ഞാനൊരു ബലഹീന മനുഷ്യനാണ്, ഞാൻ പുഴുവാണ്, ഞാൻ കൃമിയാണ് എന്നൊക്കെ പറഞ്ഞും നമ്മൾ ഇതൊക്കെ പറയുമ്പം, നമ്മൾ വായിക്കൊണ്ട് പറയുമ്പം നോക്കണം, ദൈവത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. നിശ്ചയമായിട്ടും നമ്മുടെ ശരീരത്തിന് ക്ഷീണമൊക്കെ ഉണ്ട്, രോഗമൊക്കെ ഉണ്ട്, പനിയൊക്കെ വരും, ചുമയൊക്കെ വരും, ശരീരവേദനകളൊക്കെ വരും, മുട്ടുവേദനകളൊക്കെ വരും, ശരീരത്തിലൊക്കെ ബലഹീനത വരും. പക്ഷേ ആത്മാവും ജഡം ബലഹീനമാണെങ്കിലും ആത്മാവും കോട്ടകളെ ഇടിക്കുവാൻ, കോട്ടകൾ എത്ര വലിയ കോട്ടകൾ ഉയർന്നു പൊങ്ങിയാലും അതിനെയെല്ലാം ജയിക്കുവാനുള്ള ശക്തി ആനയ്ക്കറിയത്തില്ല. അതിൻ്റെ വലിപ്പം എന്താണെന്ന്, അതിൻ്റെ ശക്തി എന്താണെന്ന്. വെറും ഇങ്ങനെ ഇരിക്കുന്ന, എലുമ്പിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇടത്താനെ എന്ന് പറയുമ്പോൾ ഇടത്തുക, വലത്താനെ എന്ന് പറഞ്ഞു വലത്തുക, ഇരിക്കാനെ എന്ന് പറയുമ്പോൾ ഇരിക്കുക, പിടിക്കാനെ എന്ന് പറയുമ്പോൾ പിടിക്കുക. ഈ ആന വിചാരിക്കുന്നത് ഈ വടിയും കൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ എന്നേക്കാൾ എത്രയോ ശക്തനാണ്, എത്രയോ വലിയവനാണ്. അതുകൊണ്ടാണ് ഈ ആന ഈ പേടിച്ച് ഈ മനുഷ്യൻ പറയുന്നത്, ഈ വേലായുധം പറയുന്നതെല്ലാം അതുപോലെ അങ്ങ് കേൾക്കുക. ആനയ്ക്കറിയത്തില്ല അതിൻ്റെ ശക്തിയും വലിപ്പം എന്താണെന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം എന്താണെന്നൊന്ന് അറിയണം. ആ അളവറ്റ ശക്തി, ആ മഹാവലിപ്പം ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഏലിശ പ്രാർത്ഥിച്ചു, പർവ്വതം മുഴുവനും ശത്രു സൈന്യം, അരാം സൈന്യം വളഞ്ഞു. ഈ ഏലിശയെ ഞങ്ങൾ ഇന്ന് കശാപ്പ് ചെയ്യും, തല ഞങ്ങൾ കൊയ്തെടുക്കും, ഇനി മേലാൽ അവൻ പ്രവചിക്കത്തില്ല. ഞങ്ങളുടെ അരമനയിൽ നടക്കുന്ന, ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന രഹസ്യങ്ങളൊന്നും ഇനി ഇവന് സ്പൈ ചെയ്യാൻ കഴിയത്തില്ല. പർവ്വതം മുഴുവനും സൈന്യം നിറന്നും. വേലക്കാരൻ തൻ്റെ ദാസൻ പുറത്തു വന്നപ്പോൾ, കൂടാരത്തിന് പുറത്തു വന്നപ്പോൾ, അയ്യോ യജമാനനേ, നമ്മൾ ഇനി എന്തോ ചെയ്യും, പട്ടുപോയി, രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല, നമ്മൾ തീർന്നു, നമ്മൾ അവസാനിച്ചും. പെട്ടെന്ന് പ്രവാചകൻ പറയുകയാണ്, നീ മിണ്ടായിരിക്കും, എന്ത് പറ്റി? പ്രവാചകൻ വന്ന് നോക്കിയപ്പം മുഴുവൻ പർവ്വതങ്ങളും വളഞ്ഞിരിക്കുക, ഒരു ശകലം പോലും രക്ഷപ്പെടുക, 4 വശവും വളഞ്ഞിരിക്കുകയാണ്. പ്രവാചകൻ എന്താ പറഞ്ഞത്? കർത്താവ്, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, അടഞ്ഞിരിക്കുന്ന ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. ഇവൻ വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ നടക്കുകയാണ്, ദൈവപ്രവൃത്തികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതുവരെ ഇവൻ്റെ കണ്ണ് തുറന്നിട്ടില്ല. ഇവൻ ശിഷ്യനാണ്, പക്ഷെ ഇപ്പോഴും ഇവൻ്റെ കണ്ണ് തുറന്നിട്ടില്ല, ഇപ്പോഴും ഇവൻ്റെ കണ്ണടഞ്ഞിരിക്കുകയാണ്. ഇവൻ്റെ കണ്ണൊന്ന് തുറക്കണമേ എന്നേ പറഞ്ഞുള്ളൂ. പെട്ടെന്ന് അവൻ്റെ കണ്ണ് തുറന്നും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നതും. നമ്മളെ അടഞ്ഞിരിക്കുന്ന കണ്ണൊന്ന് തുറക്കണം. നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ അളവറ്റ ശക്തി, നമ്മൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൽ വ്യാപരിക്കുന്ന അത്യന്തമായ ശക്തി, ഇതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷകൾ മാറുവാനിടയായിത്തീരും, നമ്മുടെ ജീവിതം തന്നെ മാറുവാനിടയായിത്തീരും, കാഴ്ചപ്പാടുകൾ മാറുവാനിടയായിത്തീരും. നമ്മൾ ഇടപെടുന്ന നമ്മുടെ സുഹൃത്ത് വലയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.